ഇന്ന് നമ്മൾ നല്ലൊരു ചിക്കൻ കറി, നാടൻ ചിക്കൻ കറി ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്ന മസാല വെച്ചിട്ട് നമ്മൾ ചിക്കനൊക്കെ ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഞാൻ പുറത്തുനിന്നുള്ള പൊടികൾ വെച്ച് അധികം ചെയ്യാറില്ല. അപ്പോൾ ഇത് നമ്മൾ ചിക്കൻ മസാല വെച്ചിട്ടല്ല, മീറ്റ് മസാല വെച്ചിട്ടാണ് ഈ ചിക്കൻ കറി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരേ കറിയെ തന്നെ നമുക്ക് ചെറിയ ചെറിയ മോഡിഫിക്കേഷൻ വരുത്തിയിട്ട്, ഇനിയിപ്പോൾ കുറച്ച് കറി ബാക്കി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ചെറിയ മാറ്റം വരുത്തിയിട്ട് നമുക്ക് പിറ്റേ ദിവസം പുതിയ കറിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സും ഇതിൻ്റെ അവസാനം പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോഴാണ് നമുക്ക് കറി കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓക്കെ, നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. കറി ഉണ്ടാക്കാൻ ആദ്യം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിന് ശേഷം 2 മീഡിയം സൈസ് സവോള നീളത്തിലരിഞ്ഞത്, 1 പച്ചമുളക്, 1 തണ്ട് കറിവേപ്പില, ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒരുവിധം വഴന്ന് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർക്കുക. ഞാനിവിടെ വെളുത്തുള്ളിയുടെ പകുതി ഇഞ്ചി എടുത്തിട്ടാണ് പേസ്റ്റ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇഞ്ചിയും വെളുത്തുള്ളിയും എടുക്കുമ്പോൾ അങ്ങനെ തന്നെ എടുക്കുക. വെളുത്തുള്ളി കൂടുതലും ഇഞ്ചി കുറവുമായിട്ട് എടുത്തിട്ട് പേസ്റ്റ് ആക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റുക. ഒന്ന് വഴന്ന് ഈ സവോളയുടെ കളറൊന്ന് ബ്രൗൺ കളറാവണം. അങ്ങനെ മൊരിഞ്ഞ് വരുമ്പോഴാണ് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു മധുരം ഫീൽ ചെയ്യും. ഇതിപ്പോൾ നിങ്ങൾക്ക് ഈ കറി തന്നെ ഇപ്പം ഇനി പിറ്റേ ദിവസം ബാക്കി വരുമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കറി കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അതൊരു പുതിയ കറിയാക്കിയിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് ആ കറിക്ക് വേറൊരു ടേസ്റ്റ് വരും, നല്ല പുതിയൊരു ടേസ്റ്റ് വരും. ഇനി സവോള ഒന്ന് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. പൊടികൾ ആദ്യം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. 1/4 മുതൽ 1/2 ടീസ്പൂൺ വരേക്ക്. വാങ്ങണ മഞ്ഞൾപ്പൊടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1/2 ടീസ്പൂൺ ചേർക്കാം. അല്ല വീട്ടിലുണ്ടാക്കുന്നതാണെങ്കിൽ 1/4 ടീസ്പൂൺ മതി. അതിന് ശേഷം 1/2 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. നമ്മളിതിൽ പച്ചമുളക് ചേർത്തിട്ടുണ്ട്, ഇനി കുരുമുളക് ചേർക്കുകയും ചെയ്യും. അതിന് ശേഷം 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 മുതൽ 3/4 ടീസ്പൂൺ വരേക്ക് മീറ്റ് മസാല. അതും ഈ പറഞ്ഞ പോലെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാണെങ്കിൽ 3/4 ടീസ്പൂണൊക്കെ ചേർത്താൽ മതി. അല്ല നിങ്ങൾ വാങ്ങുന്നതാണെങ്കിൽ 1 ടീസ്പൂൺ വരേക്ക് ചേർക്കാം. അതിന് അത്ര സ്പൈസി ആവില്ല, സ്മെല്ലും കുറവായിരിക്കും. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടിയും വേണമെങ്കിൽ കുറച്ചും കൂടെ കൂട്ടാം നിങ്ങളുടെ എരിവിനനുസരിച്ച്. അതും ഇതുപോലെ വീട്ടിൽ പൊടിക്കുന്നതാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ധാരാളം മതിയാവും, നല്ല എരിവുണ്ടാവും. ഇങ്ങനെ ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പൊടികളുടെ പച്ചമണം മാറണ വരേക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം അതിലേക്ക് 1 തക്കാളി, ഒരു വലിയ തക്കാളി നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് തക്കാളി ഒന്ന് ഉടഞ്ഞ് നല്ല പേസ്റ്റ് രൂപത്തിൽ വരണം. അതിനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. ഇനി നിങ്ങൾക്ക് കരിയും, പുതിയ കുട്ടികളൊക്കെ ആണെങ്കിൽ കരിയുന്ന എന്തെങ്കിലും ഒരു ഇത് തോന്നുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടൊന്ന് ഇളക്കി അടച്ച് വെച്ചാൽ മതി. അപ്പോൾ കരിയാതെ നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ ഇതൊന്ന് പേസ്റ്റ് രൂപത്തിലായി കഴിയുമ്പോൾ നന്നായിട്ട് മൂത്ത് വരുന്ന എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് 300 ഗ്രാം മോളം ചിക്കൻ എടുത്തിട്ട് അതും കൂടി ചേർത്ത് ഇളക്കി ഒന്ന് അടച്ചു വയ്ക്കാം. എന്നിട്ട് ചിക്കനിലെ വെള്ളം ഒന്ന് ഇറങ്ങി വരണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലോ ഫ്ലെയിമിൽ അടച്ചു വയ്ക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം ഒരു 5 മിനിറ്റ് അടച്ചു വയ്ക്കുമ്പോൾ തന്നെ ചിക്കനിൽ നിന്നുള്ള വെള്ളം ഒന്ന് ഇറങ്ങി തുടങ്ങും. അതിന് ശേഷം അതിലേക്ക് 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരേക്ക് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. അതിന് ശേഷം അതൊന്ന് ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂണിൽ താഴെ ചിക്കൻ മസാലയും കൂടെ ചേർക്കുക. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഈ കറി നിങ്ങൾക്ക് ബാക്കി വരികയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം നേരത്തെ ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ച് പറഞ്ഞ പോലെ തന്നെ ഈ കറിയിൽ കുറച്ച് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ടിട്ട് അങ്ങനെ എടുക്കാം നമുക്ക്. അപ്പോൾ അതൊരു പുതിയ കറിയാവും.